MA ഷഹനാസ് കൂടി പ്രതികരിക്കാൻ. ഷഹനാസ് പ്രസാധകയാണ്. ഞാൻ മറ്റു രണ്ടുപേരിലേക്ക് ആദ്യം പോയത് അവർ സിനിമാ മേഖലയിൽ നിന്നായതുകൊണ്ടാണ്. ഷഹനാസിന് എന്താണ് രഞ്ജിത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനുഭവം, എന്താണ് പറയാനുള്ളത്? ശ്രീ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ട് ഉള്ള സമയത്ത് തന്നെ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചൊരു പൊതു ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങിൽ ഒരു മരണപ്പെട്ട ഒരു കലാകാരനെ അനുസ്മരിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അവാർഡ് നമ്മൾ മാമുക്കോയ എന്ന് പറയുന്ന നടന് നൽകിക്കൊണ്ടുമാണ് ആ ചടങ്ങുണ്ടായിരുന്നത്. ആ ചടങ്ങിലേക്ക് ഏറ്റവും മോശമായ രീതിയിൽ മദ്യപിച്ച് ലക്കുകെട്ട് വന്ന രഞ്ജിത്തിനെ എനിക്ക് നന്നായിട്ട് പരിചയമുണ്ട്. അത് തൊട്ടടുത്തിരുന്ന എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടിട്ടുമുണ്ട്. കാരണം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ എന്ന് പറയുന്ന ഒരു പദവിക്ക് വളരെയധികം സവിശേഷതകളുണ്ട്. നമുക്കറിയാം, ശ്രീ അടൂർ ഗോപാലകൃഷ്ണനെ പോലെ, ഷാജി എൻ കരുണിനെ പോലെയൊക്കെയുള്ള ഒരുപാട് പ്രഗത്ഭ വ്യക്തികൾ ഇരുന്ന ഇടമാണ്. അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് നിന്ന് വന്നിരുന്ന ഒരു വ്യക്തി ഒരു പൊതുവേദിയിൽ പോലും മദ്യപാനത്തിൻ്റെ ഒരു സഹായമില്ലാതെ ഇരിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ആ കുറിപ്പിൽ കുറിക്കാൻ സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇപ്പം ഒരു 3-4 ദിവസമായിട്ട് ഈ ഹേമ കമ്മിറ്റിയുടെ ചർച്ചകൾ ചെയ്യപ്പെടുമ്പോൾ ചലച്ചിത്ര മേഖലയിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നത് സ്ത്രീകളാണ് എന്ന് എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ചലച്ചിത്ര അക്കാദമി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ചലച്ചിത്ര മേഖലയിലുള്ള ആളുകൾക്ക് സംരക്ഷണം നൽകേണ്ട ഒരു ഇടം കൂടിയാണ്. അവിടെയുള്ള ഒരു വ്യക്തിയാണ് പൊതുപരിപാടിയിൽ പോലും മദ്യപിച്ച് വന്ന് അത്തരത്തിൽ പെരുമാറുന്നത്. അപ്പോൾ എവിടെയാണ് ഇവർക്കൊക്കെ നീതി കിട്ടുക എന്നുള്ള രീതിയിലാണ് ഞാനിത് പരാമർശിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്, ഇദ്ദേഹം വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്നുണ്ട് എന്ന് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അതിനെതിരെയും ഞാൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയുടെ ചടങ്ങിൽ ഞാൻ പരാതി നൽകിയിട്ടുള്ള ഒരു VR സുധീഷ് എന്ന് പറയുന്ന എഴുത്തുകാരനെ എൻ്റെ തൊഴിലിടത്തിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ വ്യക്തിയെ എങ്ങനെയൊക്കെ വേദികളിൽ പങ്കെടുപ്പിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഇദ്ദേഹം പങ്കെടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചത് ഇദ്ദേഹം വേട്ടക്കാരനോടൊപ്പം നിൽക്കുന്ന ആളാണ് എന്നാണ്. പക്ഷേ ഇന്നലെ ഒരു ഭാഷയിലുള്ള ഒരു യുവതി അവരുടെ തുറന്നു പറച്ചിലുകൾ നടത്തിയപ്പോൾ അദ്ദേഹം വേട്ടക്കാരൻ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. 4 വർഷമെടുത്തു ഈ ഗവൺമെൻറ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവരാൻ. എനിക്ക് നേരത്തെ സംസാരിച്ച് അവർ പറഞ്ഞതുപോലെ ചലച്ചിത്ര മേഖലയിലുള്ള സ്ത്രീകളുടെ അനുഭവങ്ങൾ പഠിക്കാൻ വേണ്ടി ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ഗവൺമെൻറ് ഇങ്ങനെ ഒരു കമ്മിറ്റി നിയോഗിക്കുന്നത്. എന്നിട്ട് ആ കമ്മിറ്റി ആരെയാണ് ഇവിടെ മറച്ചു വയ്ക്കാൻ താല്പര്യപ്പെടുന്നത് എന്നാണ് ഈ 4 വർഷം കൊണ്ട് നമുക്ക് അറിയേണ്ടത്. കാരണം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ടുള്ള ഒരാൾക്ക് നേരെ വ്യക്തമായ മുഖവും പേരും വെച്ചിട്ടാണ് ഒരു യുവതി വന്നിരിക്കുന്നത്, സംസാരിക്കുന്നത്. എന്നിട്ട് ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറയുകയാണ്, ശ്രീ രഞ്ജിത്ത് പ്രഗത്ഭനാണ്, അദ്ദേഹത്തിനെ മാറ്റി നിർത്താനാവില്ല ആ പദവിയിൽ നിന്ന് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം പ്രഗത്ഭനാണോ, അദ്ദേഹത്തിൻ്റെ നല്ല സിനിമകളുണ്ടോ എന്നൊന്നും ഇവിടെ ആരും നിഷേധിക്കുന്ന കാര്യമല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം എന്ന് പറയുന്നത് സ്ത്രീകളുടെ നേരെ ഉന്നയിക്കാനുള്ളതല്ല. ഒരു ഇടതുപക്ഷ അനുഭാവി കൂടിയായിട്ടുള്ള ഒരു നടിയാണ് ഇന്നിപ്പം ഇവിടെ സംസാരിക്കുമ്പോൾ ഒക്കെ അവർ പറയുന്നുണ്ട് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം അതിൻ്റെ നൂലാമാലകൾ എന്താണ് എന്ന് അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്ന്. ഈ ചർച്ച നടക്കുന്ന ഉടനീളം, ഹേമ കമ്മിറ്റിയോ അനുബന്ധിച്ച് നടക്കുന്ന ഉടനീളം പലരും ഉന്നയിച്ചതും കമൻറ്റ് പറഞ്ഞതും പരിഹസിച്ചതും അപഹസിച്ചതും ഒക്കെ ഇവർക്ക് എന്തുകൊണ്ട് നേരിട്ട് പോയി പരാതി കൊടുത്തുകൂടാ എന്നാണ്. ഇന്ന് സജി ചെറിയാൻ എന്ന് പറയുന്ന മന്ത്രി പറഞ്ഞതുപോലും അതാണ്. 15 മിനിറ്റ് ഒരു ലൈംഗിക താല്പര്യത്തോടു കൂടി ഒരു പെൺകുട്ടിയെ നോക്കിയാൽ സ്വമേധയാ കേസെടുക്കാൻ വകുപ്പുള്ള ഈ കേരളത്തിൽ ഒരു പെൺകുട്ടി തുറന്നു പറഞ്ഞിട്ട് കേസെടുക്കാൻ പറ്റുന്നില്ല. പിന്നെ കേസ് എടുത്തു കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം കേസ് എടുത്തു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്കെതിരെ ഡിഫമേഷനുമായിട്ട് ഈ വേട്ടക്കാരൻ പോവുകയാണ്. അവരുടെ പണവും അധികാരവും ഒക്കെ അതിനുവേണ്ടി അവരുപയോഗിക്കുന്നത് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഒരു സ്ത്രീ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് വേണ്ടി മാത്രമല്ല, ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടിയാണ് അവർ പ്രതികരിക്കുന്നത് എന്ന് ഉറച്ച വിശ്വാസമുണ്ട്. ഞാൻ അത്തരത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെയുള്ള ആളുകളെ ഒന്ന് മാറ്റി നിർത്താൻ പോലും, ആ പദവിയിൽ നിന്നൊന്ന് മാറ്റി നിർത്താൻ പോലും ഈ ഗവൺമെൻറ് തയ്യാറാവുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗവൺമെൻറ് ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. പിന്നെ എന്തിനായിരുന്നു ഈ പ്രഹസനം? ഹേമ കമ്മിറ്റി നിയോഗിച്ചതും അതിനുവേണ്ടി പണം മുടക്കിയതും എന്ത് പ്രഹസനത്തിനായിരുന്നു?